ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫ്രോക്ക് മോഡൽ നൈറ്റി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ട് വീട്ടിലൊക്കെ എല്ലാവർക്കും തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ് ഞാൻ അത്രയും സിമ്പിളായിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞു പോണേ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് നൈറ്റി ബിറ്റിനെ വീതിക്ക് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇവിടെ വീതിക്ക് ഹാഫായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീതി വരുന്ന ഭാഗം. അതിനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു. ഇനി അടുത്തതായിട്ട് നീളത്തിൽ ഈ ഒരു തുണിയെ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ഒന്നും കൂടി തുണിനെ ഹാഫായിട്ട് മടക്കി ഇട്ടു. ഇപ്പൊ നമ്മൾ തുണിയെ 4 ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നൈറ്റി ബിറ്റിനെ 4 ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുകൾ വശം വരുന്നത് കംപ്ലീറ്റ് മടക്കാണ് കേട്ടോ. ഈ ഒരു മുകൾ ഭാഗം കംപ്ലീറ്റ് മടക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 പീസായിട്ട് ഇതുപോലെ മടക്കായിരിക്കും വരിക. 2 പീസായിട്ട് മടക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് ഓപ്പൺ ആണ് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്. അതുപോലെ തന്നെ അടിവശം കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ഇനി നമുക്കിതിലെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മോഡലിൽ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടർ ബസ്റ്റിൻ്റെ താഴേക്കാണ് കേട്ടോ ഞാൻ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് അടിയിലേക്ക് അണ്ടർ ബസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 13.5 ഇഞ്ചാണ് എനിക്ക് യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് വേണ്ടത്. ഈ 13.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ആ 1 ഇഞ്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇഞ്ച് ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോവും. അതുപോലെ തന്നെ 1/2 ഇഞ്ച് യോക്ക് പോർഷൻ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ പോവും. അപ്പോൾ ടോട്ടൽ 13.5യുടെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 14.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 14.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഇതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 14.5 ഇഞ്ചിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ യോക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് എവിടെയാണ് 6.5 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ആം ഹോളിൻ്റെ ഇറക്കവും 6.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെയാണ് 6.5 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഈ ഒരു പോയിന്റ് നേരെ അടിയിലേക്ക് നീട്ടി വരയ്ക്കാം. അങ്ങനെ നേരെ അടിയിലേക്ക് ആം ഹോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത ആ ഒരു പോയിന്റിൽ നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 37 ഇഞ്ച് ചെസ്റ്റിൻ്റെ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 37ൻ്റെ 4/1 കാണുമ്പോൾ 9.25 ഇഞ്ചാണ് കിട്ടുക. ആ ഒരു 9.25 ഇഞ്ച് ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത പോയിന്റിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 9.25 ഇഞ്ച് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ആം ഹോൾ കർവ് വരയ്ക്കാനായിട്ട് ഈ ഒരു പോയിന്റിൻ്റെ ഈ ഒരു അടിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 3 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഇത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ ഒന്ന് കർവ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ആ
ആം ഹോൾ കർവും നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അടിവശത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന അണ്ടർ ബസ്റ്റിൻ്റെ വണ്ണം 34 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 34ൻ്റെ 4 വരുമ്പോൾ 8.5 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. ആ ഒരു 8.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എവിടെയാണ് 8.5 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് 2 ഇഞ്ച് വരുന്നത് അതും മാർക്ക് ചെയ്തു. അങ്ങനെ 8.5 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 പോയിന്റും അങ്ങ് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു തയ്യൽ തുമ്പുകൾ കണക്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു അടിവശത്തു നിന്ന് മുകൾ ഭാഗത്തേക്ക് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് 1.5 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ഒരു അടിവശത്ത് ഇതുപോലെ ഈ ഒരു പോയിന്റിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് യോക്ക് പോർഷൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മുകൾ വശം മടക്കാണ് വരുന്നത്. നമുക്കത് കട്ട് ചെയ്തങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷൻ മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു സൈഡിൽ ബാക്കി വന്ന പീസിൽ നിന്ന് നമുക്ക് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പീസ് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ സ്ലീവിൻ്റെ ലെങ്ത് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മടക്ക് വശത്ത് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാണ്. ഈ ഒരു അറ്റത്തെ ടേപ്പ് വെച്ച് ഞാൻ 5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് 5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കണേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് ഈ ഒരു അരികു വശം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ബോഡി പോർഷനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ട അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ തേരുവശം ആയതുകൊണ്ട് അടിവശം മടക്കി അടിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട ലെങ്ത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് മാത്രമേ ഞാൻ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 4.5യുടെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് ഞാനൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എവിടെയാണ് 10 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഇതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ അടിയിലേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന്റെ ഇങ്ങോട്ട് ഞാനൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു അടിവശത്ത് ഞാൻ 2.5 ഇഞ്ച് എന്നാണ് പറഞ്ഞത്, അത് തെറ്റിപ്പോയതാണ്. ഈ ഒരു അടിഭാഗത്തായിട്ട് ഞാൻ 3 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു കർവ് ഭംഗിയായിട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ ആ ഒരു സ്ലീവിൻ്റെ കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് 8.5 ഇഞ്ചാണ് കേട്ടോ സ്ലീവ് ഓപ്പണിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 8.5 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്യാം. അപ്പോൾ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. ഇപ്പോൾ
ഇപ്പം നമ്മൾ ഭംഗിയായിട്ട് സ്ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വരച്ചേക്കട തന്നെ നമുക്ക് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് സൈഡിലേക്കും വെക്കാനുള്ളത് രണ്ട് സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം. നമുക്ക് പ്ലീറ്റ്സിനായിട്ടുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു അടിവശത്ത് ബാക്കിയുള്ള മെറ്റീരിയലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അടിവശത്തെ മെറ്റീരിയൽ എടുക്കാം. യോക്ക് പോർഷൻ ചെയ്തിട്ട് ബാക്കിയുള്ള ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ പ്ലീറ്റ്സിനായിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിൽ ഫുൾ ലെങ്ത് എനിക്ക് വേണ്ടത് 44 ഇഞ്ചാണ്. അതിൽ 13.5 ഇഞ്ച് നമ്മൾ യോക്കിനായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 44 മൈനസ് 13.5 ഇഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് 31 ഇഞ്ചാണ് കിട്ടുക. ആ ഒരു 31 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് നമുക്ക് യോക്ക് പോർഷനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് അങ്ങനെ പോവും. അതുപോലെ തന്നെ 1 ഇഞ്ച് അടിവശം മടക്കി അടിക്കാനും. അപ്പോൾ ഈ ഒരു 31ൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 32.5 ഇഞ്ചാണ് നമ്മൾ പ്ലീറ്റ്സിനായിട്ടുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി ബാക്കിയുള്ള ഈ ക്ലോത്ത്. ഇതിൽ നിന്ന് വേണം നമ്മൾ പ്ലീറ്റ്സിനായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പ്ലീറ്റ്സിന് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ ഒരു ചെറുതായിട്ടൊരു ജോയിൻറ്റ് കാണാൻ പറ്റൂ കേട്ടോ. ഞാൻ അറിയാണ്ട് ഇവിടെ വെച്ചങ്ങ് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്തത് അബദ്ധമായിപ്പോയി. ഞാനത് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഇവിടെ എങ്ങാനും ജോയിൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട. ഞാനത് ജോയിൻ ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്ലീറ്റ്സിനായിട്ടുള്ളത് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സിനായിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റിന് അധികം വീതി ഉണ്ടാവില്ല. അപ്പൊ പ്ലീറ്റ്സ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി വീതി വേണം. അതിനായിട്ട് ഈ ഒരു മെറ്റീരിയലിനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി ടേബിളിൽ ഞാൻ വിരിച്ചിടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പ്ലീറ്റ്സിനായിട്ട് കുറച്ചധികം വീതി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അടിവശത്തുള്ള തുണിനെ നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഇതിനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്താൽ മതി. അപ്പൊ പറഞ്ഞ പോലെ തുണി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ രണ്ട് പീസും നമ്മൾ ഇതുപോലെ മടക്കി ഇട്ട് കൊടുത്തേക്കാണ്. ഇനി നമുക്ക് ഇതിൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരടിയിലേക്ക് 32.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു മുകൾ വശത്തെ ടേപ്പ് വെച്ചു നേരടിയിലേക്ക് 32.5 ഇഞ്ച് 32.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഇതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 32 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മളിതേ പ്ലീറ്റ്സിനായിട്ടുള്ള 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് ഫ്രണ്ടിലേക്ക് കൊടുക്കാം, ഒരു പീസ് നമുക്ക് ബാക്കിലേക്കും കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഈ ഒരു മോഡലിന്റെ കട്ടിങ്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് പ്ലീറ്റ്സിനുള്ള ഭാഗവും സ്ലീവ്സും അതുപോലെ തന്നെ യോക്ക് പോർഷൻ ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ നെക്കിലൊക്കെ ഭംഗിയായിട്ടൊരു നെക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും ഈ ഒരു മോഡൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.